പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുരിശിൻ്റെ മഹത്വീകരണ തിരുനാൾ നാം ആഘോഷിച്ചു. യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് കുരിശുകൾ ഉണ്ടാകുമ്പോൾ അതെപ്രകാരം സ്നേഹത്തോടുകൂടി നാം നേരിടണം എന്ന് തന്നെ. നമ്മുടെയും ലോകത്തിൻ്റെയും ശുദ്ധീകരണ ആത്മാക്കളുടെയും വിശുദ്ധീകരണത്തിന് നാം സഹായിക്കേണ്ടിയിരിക്കുന്നു, നാം സഹിക്കേണ്ടിയിരിക്കുന്നു. സഹനങ്ങളിലൂടെ നിറയെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം സഹനത്തിൻ്റെ നാളുകളിൽ നമ്മൾ അനുഭവിക്കും. സഹനത്തിൻ്റെ നാളുകളിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എല്ലാം സഹിക്കുന്നത്. നമ്മളോടൊപ്പം ക്രൂശിതനായ യേശുവുണ്ട്. സഹനങ്ങൾ നമ്മുടെ മുന്നോടിയാണ്, സ്വർഗത്തിലേക്കുള്ള മുന്നോടി. സഹനങ്ങളിൽ പതറാതെ തളരാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കൂടി താങ്ങി നിർത്താൻ സാധിക്കും. സഹനങ്ങൾ നമ്മെ വളർത്തുകയേ ഉള്ളൂ, ബലപ്പെടുത്തുകയേ ഉള്ളൂ. എല്ലാ സഹനങ്ങളും ത്യാഗങ്ങളും മറ്റുള്ളവർക്ക് ദൈവകാരുണ്യം ലഭിക്കുവാൻ സമർപ്പിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. സന്തോഷത്തോടെ സഹനത്തെ നേരിടുമ്പോൾ സഹനം സഹനമേ അല്ല, അത് ദൈവത്തിന് സമർപ്പിക്കുന്ന പനിനീർ പുഷ്പങ്ങളായി മാറുന്നു. യേശുവിൻ്റെ കുരിശ് മരണം നമ്മൾക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. കുരിശാണ് രക്ഷ. കുരിശിലാണ് യേശു മരിച്ചത്, നമ്മളെ രക്ഷിച്ചതും. അങ്ങനെ കുരിശ് രക്ഷയുടെ അടയാളമായി, ദൈവാനുഗ്രഹത്തിൻ്റെ പ്രവാഹമായി. കുരിശിൽ കിടന്ന ജീവൻ പിരിയുമ്പോഴും മനുഷ്യരാശിയുടെ രക്ഷയെ ഓർത്ത് യേശു സന്തോഷിച്ചു. അനുസരണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും രക്ഷയുടെയും അടയാളമായി കുരിശ്. വിശുദ്ധ കുരിശ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നാം പുണ്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലത്. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.